Good morning all, welcome to EduLine. നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് കൺസ്ട്രക്ടിങ് ആൻ എക്സ്പ്രഷൻ ട്രീ. ഒരു എക്സ്പ്രഷൻ ട്രീ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. എ ബി പ്ലസ് സി ഡി ഇ പ്ലസ് സ്റ്റാർ സ്റ്റാർ. ഓക്കെ, അപ്പൊ ഇതൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യാം, ഒരു എക്സ്പ്രഷൻ ട്രീയെ ജനറേറ്റ് ചെയ്തെടുക്കാം. സോ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നോക്കിയാൽ എയും ബിയും രണ്ട് ഓപ്പറാൻസ് ആണ് അല്ലെ. ഈ പ്ലസ് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഓപ്പറേറ്റർ ആണ്, ബാക്കിയൊക്കെ ഓപ്പറാൻസ് ആണ് അല്ലെ. അപ്പൊ എയും ബിയും എന്താണ്, രണ്ട് ഓപ്പറാൻഡ് ആണ്. അപ്പൊ അങ്ങനെ രണ്ട് ഓപ്പറാൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ പുഷ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ രണ്ട് നോഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ട് നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ പോയിന്റേഴ്സിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാക്ക്. സോ ഈ സ്റ്റാക്കിലേക്ക് നമ്മൾ എയും ബി എന്ന് പറഞ്ഞ് രണ്ട് നോഡിനെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിന്റെ പോയിന്റേഴ്സിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. അപ്പം ഓപ്പറാൻഡ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്, ഓപ്പറാൻഡ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ നോഡുകൾ ക്രിയേറ്റ് ചെയ്യുക. നോഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള പോയിന്ററിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, ഇനി ഓപ്പറേറ്റർ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റേഴ്സിനെ അല്ലെങ്കിൽ ഈ പോയിന്റേഴ്സിനെ നമ്മൾ പോപ്പ് ചെയ്തെടുത്തിട്ട് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ റിസൾട്ടിന്റെ പോയിന്ററിനെ വേണം നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എയും ബിയും, ഫസ്റ്റ് എ വന്നു. സോ നമ്മൾ എ എന്ന് പറഞ്ഞ നോഡിനെ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, അതിന്റെ പോയിന്ററിനെ പുഷ് ചെയ്തു. ദെൻ ബി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിന്റെ പോയിന്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ പ്ലസ് വരുന്ന സമയത്ത് എന്താ ചെയ്യുക, ഈ എയും ബിയും ഈ പോയിന്റേഴ്സിനെ നമ്മൾ പോപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുക, അതായത് എ പ്ലസ് ബി എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യും. സോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ എന്നിട്ട് എന്ത് ചെയ്യും, ആ ഓപ്പറേഷൻ അതിന്റെ പോയിന്ററിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലസിനെ റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ഇതിനെ രണ്ടിനെ പോപ്പ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തു, പ്ലസ് പെർഫോം ചെയ്തു. അപ്പൊ എ പ്ലസ് ബി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ പോയിന്ററെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നമ്മുടെ തന്നിരിക്കുന്നത്, പ്ലസ് കഴിഞ്ഞാൽ പിന്നെ സിയും ഡിയും ഇയും ആണല്ലേ. അപ്പൊ മൂന്ന് ഓപ്പറാൻസ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന മൂന്ന് ഓപ്പറാൻഡിനെ റീഡ് ചെയ്തു. മൂന്നിനും ഓരോന്നിനെ റീഡ് ചെയ്യുമ്പോഴും ഞാൻ നോഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ പോയിന്ററിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിയും ഡിയും ഇയും, അപ്പൊ ഇതിന്റെ നോഡുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ പോയിന്ററിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേറ്റർ ആണ് വരുന്നത് അല്ലെ. ആ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ ഒരു ഓപ്പറേറ്റർ ആണ് വരുന്നത്, പ്ലസ് എന്ന ഓപ്പറേറ്റർ ആണ് വരുന്നത്. പ്ലസ് എന്ന ഓപ്പറേറ്റർ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ സ്റ്റാക്കിലെ ടോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് പോയിന്റേഴ്സിനെ പോപ്പ് ചെയ്തെടുക്കണം അല്ലെ. സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ പോപ്പ് ചെയ്തെടുക്കുമ്പോൾ എന്താണ്, ഡിയു ഇയു ആണ് നമ്മൾ പോപ്പ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ഇയെ പോപ്പ് ചെയ്തെടുക്കും, ദെൻ ഡിനെ പോപ്പ് ചെയ്തെടുക്കും അല്ലെ. അപ്പം നമ്മൾ പുഷ് ചെയ്ത് ഒരു വസ്തുവാണ് പുഷ് ചെയ്യുന്നത് അല്ലെ. അപ്പം അവസാനം പുഷ് ചെയ്ത് തന്നെയാണ് നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഡി ആണ് ഏറ്റവും അവസാനം പുഷ് ചെയ്തത്, ഇ ആണ് ഇവിടെ നമ്മൾ ഏറ്റവും അവസാനം പുഷ് ചെയ്തത്. സോ നമ്മൾ ഇയെ ആദ്യം പോപ്പ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഡിയെ പോപ്പ് ചെയ്തെടുക്കുന്നു അല്ലെ. അപ്പൊ ഡിയു ഇയുവിനെ നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പം പ്ലസ് ആണ് നമ്മൾ റീഡ് ചെയ്തത്. സോ ഡി പ്ലസ് ഇ എന്ന് വരും. ഓക്കെ, അപ്പൊ സി അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇങ്ങനെയായിരിക്കും ഫൈനലി വരുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം എന്താണ്, അതിനുശേഷം ഒരു സ്റ്റാർ സിമ്പിൾ ആണ്. അപ്പൊ സ്റ്റാർ സിമ്പിൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ രണ്ട് പോയിന്റേഴ്സിനെ, അതായത് ഈ സിയുടെ ഈ പോയിന്ററും ഈ പ്ലസിന്റെ ഈ പോയിന്ററിനെ, ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ പോപ്പ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യും, ആ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യും. സോ അപ്പൊ നമുക്ക് ഇങ്ങനെ വരും, സ്റ്റാർ ഓപ്പറേഷൻ പെർഫോം ചെയ്തു, അതിന്റെ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്തു. സോ അതിലേക്ക് ബാക്കി രണ്ടും അറ്റാച്ച് ചെയ്തതിനു ശേഷം ഈ സ്റ്റാറിന്റെ പോയിന്ററിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇനി ലാസ്റ്റ് വീണ്ടും ഒരു സ്റ്റാർ ഓപ്പറേഷൻ ആണ് വരുന്നത്, ഒരു ഓപ്പറേറ്റർ ആണ് വരുന്നത്. സോ സ്റ്റാർ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ ഈ രണ്ട് പോയിന്റേഴ്സിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യും, സ്റ്റാർ. സോ നമുക്ക് ഇങ്ങനെയായിരിക്കും ഫൈനലി നമുക്ക് എന്ത് ചെയ്യുക, ട്രീ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ഈ എക്സ്പ്രഷൻ ട്രീയെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്രഷൻ ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പറാൻസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്കുള്ള പോയിന്ററിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ഓപ്പറേറ്റർ വരുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള രണ്ട് പോയിന്റേഴ്സിനെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് അതിന്റെ പോയിന്ററിനെ നമ്മൾ വീണ്ടും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോൾ പുഷ് പോപ്പ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ഫൈനലി നമുക്ക് ഇതുപോലൊരു ട്രീ ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു എക്സ്പ്രഷൻ ട്രീയെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.